ഓല പറമ്പ തോല വീണ് ഓല് പറഞ്ഞ് ഓലതാന്ന്. ഇങ്ങക്ക് എന്തെങ്കിലും മനസ്സിലായിക്കോ? പക്കെങ്കിൽ ഓലിക്ക് മനസ്സിലാക്കി. ഈ ഓല് എന്ന് പറഞ്ഞാൽ വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര ഏരിയയിലൊക്കെ ഉള്ളവര്. ഓല ഇലയിൽ ഒളിപ്പിച്ച ആ സൂത്രം ഒന്ന് കണ്ടാലോ നമുക്ക്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്താത്ത സൂത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇത് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-15 ചെറിയുള്ളി അതുണ്ടാവും. അത് തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ വേണ്ടത് നമുക്ക് പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകം ഒരു 3 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങയാണ് 5 കപ്പോളം തേങ്ങയാണ് നമ്മൾക്കിവിടെ ആവശ്യമുള്ളത്. തേങ്ങ ജീരകമൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും എന്ത് സൂത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക് കുറേ എടുക്കണം. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ഇലയുടെയാണ്. സ്പൈസി എന്ന് പറയുമ്പം നല്ല എരിവുണ്ടാവണം. അതിലിങ്ങനെ പച്ചമുളക് ഉള്ളപ്പോഴാണ് അതിന് കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും നന്നായിട്ട് നമ്മൾ എടുക്കണം. പിന്നെ ഈ ഒരു ഇതെനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത്, ഞാൻ ഇങ്ങനത്തെ ഒരു ഇലയുടെ ആ ഒരു ഭാഗങ്ങളിലല്ലാതെ കഴിച്ചിട്ടില്ല, ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ളത്. നമുക്ക് ഇലയട എന്ന് പറയുമ്പം നമ്മുടെ വായിലേക്ക് ഇങ്ങനെ വെള്ളം വരുന്ന നല്ല മധുരമുള്ള ശർക്കര ഇട്ടതും പഞ്ചസാര ഇട്ടൊക്കെയല്ലേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഇലയടയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മളൊരു 2 സവാള ചെറിയതാണ്, 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് മുറിച്ച് വയ്ക്കുക. ഉടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ പച്ചമുളകും അതുപോലെ തന്നെ കുറേ കറിവേപ്പിലയും, ഇഷ്ടം പോലെ കറിവേപ്പിലയും എടുക്കുക. ഈ കറിവേപ്പിലയൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചിട്ട് കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു നല്ലൊരു മണമൊക്കെ കിട്ടുന്നത്. എന്തായാലും നമ്മൾ ഇതിനെയൊക്കെ കുനുകുനുന്നനെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങളായില്ലേ. ഇനി നമ്മൾ നമ്മുടെ തേങ്ങയൊന്ന് പൊടിച്ചെടുക്കണം, ചമ്മന്തിയാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഉള്ളിയും ജീരകവും കൂടെ ഞാനിവിടെ ഗ്രൈൻഡറിലാണ്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആദ്യം ഒന്നും ഇങ്ങോട്ട് അരക്കുകയാണ്. കാരണം അതിലേക്ക് ആ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ആ ചിരവിയ തേങ്ങയിലേക്ക് 4 ടീസ്പൂണ് മുളക് പൊടി, നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി ഇടണേ. 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ആദ്യം മിക്സ് ആക്കുകയാണ്. എന്നിട്ട് ആ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനൊരു ചമ്മന്തി ആക്കിയിട്ടെടുക്കുക. മുളക് പൊടി എന്ന് പറയും. ആ മുളക് പൊടി ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മുളക് പൊടി തന്നെയാണ് ഈ ചമ്മന്തിക്ക് ആ ഭാഗങ്ങളിൽ പറയാമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഈ സംഭവം നമ്മളിതാ ഇങ്ങനെ വരില്ലേ, നമ്മളെ ചമ്മന്തി പോലെ മിക്സിയിൽ അടിച്ചെടുത്താൽ മതിയേ. ഞാനിത് പിന്നെ ഇത് കുറേ ഉള്ളതുകൊണ്ട് ഒരുമിച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗ്രൈൻഡറിലേക്ക് ഇട്ടതാണ്. അപ്പോൾ ഇങ്ങനെ ആയി വരുമ്പം ഇതിനെ നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണ്. പിന്നെ നമുക്ക് കാണുമ്പോൾ വിചാരിക്കും എന്താണ് വെറുതെ ചമ്മന്തി ഇട്ടൊരടാന്ന്. പക്ഷേ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുമല്ലോ അവസാനം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുവരെ കഴിച്ചതൊന്നുമല്ല, ഇതാണ് അട എന്ന് നമുക്ക് തോന്നും. അത്രയും രുചിയുള്ള അടയാണിത്. അപ്പോഴിതാ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി നമുക്കിതിനുള്ള മസാല ഉണ്ടാക്കാം. നാടൻ വിഭവമാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. വെളിച്ചെണ്ണ മസ്റ്റാണ്. ഇങ്ങനത്തെ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഫുൾ ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഇടുക. എന്നിട്ട് ഓരോന്നായിട്ട് നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഉള്ളി ഇട്ടിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അല്ലാതെ അത് കരിയേം വേവ ഒന്നും വേണ്ട. കാരണം നമ്മളിത് ആവിയിലല്ലേ അട എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഉള്ളി ഒന്ന് വഴഞ്ഞതിന് ശേഷം അതിലേക്ക് തക്കാളി, ദെൻ പച്ചമുളക്, ദെൻ ഇഷ്ടം പോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുക. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ല് വീട്ടിൽ അങ്ങോട്ട് പരക്കും. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ആ ചമ്മന്തിയും കൂടെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇത് മിക്സാക്കുക എന്ന് പറയുമ്പോൾ തേങ്ങയൊന്നും വറുത്തെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് മിക്സ് ആയാൽ മതി. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം, ഉപ്പും എരിവൊക്കെ നോക്കാം. എല്ലാം കറക്റ്റാണ് നമ്മുടേത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി അല്ലെങ്കിൽ മുളക് പൊടിയും റെഡിയായി. ഇനി നമുക്ക് അടയ്ക്കുള്ള മാവാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിന് ഞാനിവിടെ എടുക്കുന്നത് അരിപ്പൊടിയാണ്. സാധാരണയായിട്ട് ആ നാടുകളിലൊക്കെയുള്ള ഭക്ഷണത്തിന് അധികവും യൂസ് ചെയ്യാൻ നമ്മൾ പച്ചരിപ്പൊടിയല്ല, പുഴുങ്ങലരിയുടെ പൊടി, അല്ലെ വടക്കനരിയുടെ പൊടി, പിന്നെ ഈ പൊന്നി അരി,
അരച്ചത്, അല്ലെങ്കിൽ പുഴുങ്ങലരി തന്നെ, ഈ റേഷൻ അരി അതൊക്കെ പൊതിർത്തി അരച്ചിട്ട് അതിലൊക്കെയാണ് അവിടുത്തെ സാധാരണയായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പുഴുങ്ങലരിയുടെ പൊടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് കിട്ടും പത്തൽ പൊടി എന്നും പറഞ്ഞിട്ട്, ഷോപ്പുകളിലൊക്കെ കിട്ടും. പത്തൽ പൊടി എന്നും പറഞ്ഞിട്ട് ആ പൊടി വാങ്ങിയിട്ട്, അജ്മയുടെ ഒക്കെ, അപ്പോൾ ആ പൊടി വാങ്ങിയിട്ട് കുഴച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കാം. ഇനി അല്ലെങ്കിൽ പൊന്നിയരിയോ അല്ലെങ്കിൽ പുഴുങ്ങലരിയോ പൊതിർത്തി വെക്കുക. പൊന്നിയരി ആണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ പൊതിർത്തിയാൽ മതി. ചെറിയൊരു ചൂടുവെള്ളത്തിൽ പൊതിർത്തണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരാവശ്യത്തിനുള്ള രീതിയിൽ അരച്ചിട്ട് അട ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇനി അങ്ങനെയോ അല്ലെങ്കിൽ പച്ചരിപ്പൊടി കൊണ്ട് അട ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മുടെ ഈ കൂട്ടില്ലേ ഇപ്പം ഉണ്ടാക്കി വെച്ച ചമ്മന്തി അതിട്ടിട്ടും നമുക്ക് ഈ അട ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് ഇത് കുഴക്കേണ്ടത്, പച്ചവെള്ളത്തിലല്ല. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈ കുത്തുന്ന രീതിയിലുള്ള ഒരു ചൂടുവെള്ളം, അങ്ങനെ ഒരു വെള്ളത്തിൽ നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ അടയ്ക്കൊക്കെ ഉള്ള പോലെ നല്ല ഒരു രീതിയിൽ കുഴച്ചിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ മസാലയും റെഡിയായി, അടയ്ക്കുള്ള മാവും നമ്മൾ അവിടെ കുഴച്ചിട്ട് റെഡിയാക്കിയിട്ട് വെച്ചു. ഇനി അട എന്ന് പറയുമ്പോൾ നമ്മളുടെ വാഴയിലയാണല്ലേ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ വാഴയില ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അലൂമിനിയം ഫോയിലൊക്കെ നമ്മൾ പരത്തിയെടുക്കും ഇപ്പോഴത്തെ കാലത്ത് അട. പക്ഷെ എന്നാലും നമുക്ക് ആ അടയുടെ ഒരു രുചി എന്ന് പറയുന്നത് മുഴുവനായിട്ട് വരുന്നത് തീർച്ചയായിട്ടും വാഴയിലയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ വാഴയിലയും വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മൂടിച്ചെമ്പിലതാ മെയിൻ സംഭവമല്ലേ, മൂടിച്ചെമ്പിലോ അല്ലെങ്കിൽ ഇഡലിത്തട്ടിലോ എന്തിലെങ്കിലും വെള്ളം അവിടെ ചൂടാവാൻ വെക്കാം. നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് പരത്തുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ വാഴയില നമ്മൾ ഈ ഒരു സൈസിലൊക്കെ ആയിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൽ ലേശം ഒന്ന് വെളിച്ചെണ്ണ അങ്ങോട്ട് തേച്ച് കൊടുക്കണം. ആ വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ ഇതിലിങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോഴാണ് അട ഇങ്ങനെ വായിലേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് ആ മുഴുവൻ രുചിയും കിട്ടുക. ഈ ഒരു ഭാഗം കൊണ്ടാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത് അടയൊക്കെ പരത്തുമ്പോൾ കയ്യിൻ്റെ. എന്നിട്ട് ഇങ്ങനെ ഇത് പരത്തിയിട്ട് ഭയങ്കര നല്ല നൈസായിരിക്കണം, തീരെ കട്ടി ഉണ്ടാവരുത്. അതിൻ്റെ കണ്ടില്ല താഴെയുള്ള വാഴ ഇലേൻ്റെ ആ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ മേലേക്ക് കാണണം, അതുവരെയും നമ്മൾ പരത്തുക. എന്നിട്ട് ഇതിൽ നിറച്ചും മസാല ഇടണം, നല്ലോണം ഫില്ലായിരിക്കണം എല്ലാ സൈഡിലേക്കും അരുവിലേക്കൊക്കെ. അല്ലെങ്കിൽ അരുഭാഗം കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, ഒന്നാമത് നൈസായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ അതിലിങ്ങനെ നമ്മൾ മസാലയും കൂടെ ഇടുമ്പോൾ, നന്നായിട്ട് മസാലയും കൂടെ ഇടുമ്പോൾ കഴിക്കുമ്പോൾ രുചി മുഴുവനായിട്ടും ഇങ്ങോട്ട് വരും. ആ മസാലയുടെ നല്ല രസമാണ് ഇത് കഴിക്കാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത്, ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ വാഴയിലയിലും നമ്മളിങ്ങനെ പരത്തി എടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് അടകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കാം. കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കും. ഒന്നാമത് ഈ മധുരത്തിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇതിനോടൊരു അഡിക്ഷൻ വരും നമുക്ക്. ഈ അട നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം, എങ്ങനെയുണ്ട്. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളുടെ അട വെച്ചു, എന്നിട്ട് നമുക്ക് അടുത്തത് പരത്താം. ഇനി ഇത് വേവുമ്പോഴത്തേനും അപ്പോഴിതാ നമ്മുടെ സംഭവം ഇവിടെ സെറ്റാണ്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വെന്തോന്ന് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ കാര്യം, നമ്മൾ ആ ഇലയുടെ കളറ് മാറിയിട്ടുണ്ടാവും. ഇലയുടെ വെന്ത കളറിലേക്ക് വരണം, അപ്പോഴാണ് വെന്തത്. അല്ല പച്ച കളറാണെങ്കിൽ അപ്പോൾ തന്നെ എടുക്കരുത്, ഒന്നുകൂടെ മൂടി വെക്കണം. പിന്നെ തുറന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ അട ആഹാ എന്താ രസമല്ലേ. അതിൻ്റെ ഉള്ളിലെ മാവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന കണ്ടില്ലേ, അങ്ങനെ കാണും. അല്ലെങ്കിൽ മാവും വേവാത്ത പോലെ ഇങ്ങനെ തോന്നും, അല്ലെങ്കിൽ ഇലയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം വെന്തിട്ടില്ല എന്നാണ്. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ക്ഷമയോടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ അടകളും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇതൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ നല്ലോണം സ്നേഹിച്ച് താലോലിച്ചൊക്കെ മാറ്റി വയ്ക്കണം, കാരണം ഭയങ്കര സോഫ്റ്റായിട്ടുള്ളതാണ്, നൈസായിട്ടുള്ള അടയാണ്. അതിൻ്റെ കൂടെയുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നല്ല മധുരമുള്ള സുലൈമാനി, അല്ലെങ്കിൽ നല്ല കടുപ്പമുള്ള ഒരു പാൽച്ചായ. അപ്പോൾ നമ്മളിവിടെ കടുപ്പമുള്ള പാൽച്ചായയാണ് ഇന്ന് ചൂസ് ചെയ്യുന്നത്. എനിക്ക് യാതൊരു ക്ഷമയും ഇല്ല, അത്രയ്ക്കും എൻ്റെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ട്. ആഹാ ഇത് രുചിച്ച് നോക്കിയിട്ട് തന്നെ കാര്യം, ഒന്നും പറയാനില്ല, ബെസ്റ്റാണ്. കഴിക്കുമ്പോൾ ആ ഇലയിൽ തന്നെ കഴിക്കണം. ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അതിൻ്റെ ഒരു കഷ്ണമൊക്കെ എടുത്തിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ അത്രയ്ക്കും എനിക്ക് ശരിക്കും പറയാൻ ഞാൻ ആ ഒരു ഫീൽ വരുന്നുണ്ട്. അത്ര രുചിയാണ്, ഭയങ്കര രസമാണ്. നമ്മൾ സാധാരണ അട എന്ന് പറയുമ്പോൾ അതിനേക്കാളും രസമാണ് ഈ അട എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ ചായ മറക്കരുത്. ചായ മാത്രം പോരാ, പിന്നെ ഈ ശബ്ദവും കൂടെ വേണം.